ഹലോ ഐ ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ വാലൻറ്റൈൻസ് ഡേക്ക് ഞാൻ ചാച്ചിന് തയ്യാറാക്കി കൊടുത്ത ജാസ്മിൻ ക്രീം ബ്രൂലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു, റെസിപ്പി ഇന്നാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായിട്ട് ഫ്രഷ് ആയിട്ട് കഴുകിയെടുത്ത ജാസ്മിൻ ഫ്ലവർ 17 ഗ്രാം എടുക്കുക. പിന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് 200 ഗ്രാം വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. മധുരം ഇല്ലാത്തത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ ജാസ്മിൻ ഫ്ലവർ ഇട്ട് കൊടുക്കണം. 17 to 19 ഗ്രാം ആയാലും ഓക്കെ ആകട്ടോ. ഇത് മെഷർ ചെയ്ത് തന്നെ എല്ലാം എടുക്കുക. അപ്പം നമ്മളിത് ജാസ്മിൻ ഫ്ലവർ ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് നന്നായി നമുക്ക് ബോയിൽ ചെയ്തെടുക്കണം. നമ്മൾ ബോയിൽ ചെയ്യുന്നത് ഈ ജാസ്മിൻ ഫ്ലവർ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് ഇതിലേക്ക് ഇൻഫ്യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ബോയിലായ ശേഷം ഇത് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് ഇവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് എഗ് യോഗ്സ് എടുക്കാം. എഗ് യോഗ്സ് 42 ഗ്രാം, അതായത് 3 എഗ് യോഗ് റഫ്ലി എടുക്കുക. 36 ഗ്രാം പഞ്ചസാര ആഡ് ചെയ്യുക. കണക്കൊക്കെ കൃത്യമായിട്ടിരിക്കണേ. എന്നിട്ട് ഇതുപോലെ നന്നായി ബീറ്റ് ചെയ്യുക. ഈ സമയം കൊണ്ട് ഓവൻ 160 സിക്ക് പ്രീ ഹീറ്റ് ചെയ്യുക. ഇപ്പം ഇത് ചൂടോടെ ഇരിക്കാതെ തന്നെ ഈ ജാസ്മിൻ പാല് മിക്സ് ചൂടോടെ ഇരിക്കാതെ ഈ എഗ് യോഗ് മിക്സ് ഇതിലേക്ക് ഒഴിച്ച് ഒപ്പം തുടരെ സ്പീഡായിട്ട് ഇത് വിസ്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇത് കട്ട കുത്താൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ സമയം കൊണ്ടൊരു ട്രേ എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്പ്രിംഗ് ഫോം പാൻ എടുക്കുക. അതിൻ്റെ അടി മാറ്റിയിട്ട് അതിലേക്ക് വെക്കുക. പിന്നെ ഒരു ഡെസേർട്ട് അഥവാ കേക്ക് റിങ്, അടി ഇല്ലാത്ത റിങ് ഉണ്ടല്ലോ, അതെടുത്ത് അതിൻ്റെ അടി നല്ല ക്ലിങ് റാപ്പ് കൊണ്ട് നന്നായി അത് കവർ ചെയ്തിട്ട് അത് ആ ട്രേയിലേക്ക് വെച്ച് റെഡിയാക്കി വെക്കുക. ഇനി നമുക്ക് ഈ മിശ്രിതം അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുത്ത ശേഷം നമ്മൾ ഇത് ആ ഡെസേർട്ട് റിങ് റെഡിയാക്കി വെച്ചിട്ടുള്ള ഡെസേർട്ട് റിങ്ങിലേക്ക് ഒഴിക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ ഇപ്പോൾ കാണിക്കുന്ന പോലെ അത് ഒഴിച്ച് റെഡിയാക്കി നമ്മൾ 43 to 45 മിനിറ്റ്സ് 160 സിയിൽ ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ പക്കയായിട്ട് ബേക്കായ ഉടനെ ഇത് റെഫ്രിജറേറ്റ് ചെയ്യുക ഒരു 30 മിനിറ്റ്. എന്നിട്ട് സൈഡിൽ കത്തിയോണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ ഇത് വിട്ടുപോകുന്ന ശേഷം ഇതിൻ്റെ മുകളിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ കാരമലൈസ് ചെയ്ത് ഒഴിക്കുക. എനിക്ക് ബ്ലോ ടോർച്ച് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ബ്ലോ ടോർച്ച് ഉള്ളവർ പഞ്ചസാര ഇതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് ബ്ലോ ചെയ്ത് നമുക്ക് കാരമലൈസ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതുപോലെ ഗാർണിഷ് ചെയ്യാൻ. ഞാൻ വൈറ്റ് ചോക്ലേറ്റ് വെച്ച് കുറച്ച് ഗാർണിഷസാണ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തത്. ഷേവിങ്സും പിന്നെ സ്പൈറൽസൊക്കെ ഉണ്ടാക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജാസ്മിൻ ക്രീം ബ്രൂലെ. കിഡു ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ടേസ്റ്റും നല്ല യമ്മിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിക്ചേഴ്സ് ഞാൻ തീർച്ചയായിട്ടും അയച്ചു തന്ന ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഡെസേർട്ട് നോക്കാം. ക്രാക്ക് സൗണ്ട് കേട്ടോ ഡെസേർട്ടിൻ്റെ? അങ്ങനെ ക്രാക്ക് സൗണ്ട് വരണം മേലത്തെ കാരമൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പം. അതാണ് ക്രീം ബ്രൂലയുടെ അടുത്തൊരു പ്രത്യേകത. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.